രമേശന് ആടുണ്ടോന്ന് അറിയത്തില്ല. എനിക്ക് 2 പട്ടിയും 4 കോഴിയും ഉണ്ട്. എടോ അതാണോ ഞാൻ പറഞ്ഞത്? രമേശന്റെ ആള് വന്നിട്ടുണ്ടോന്ന്. രമേശന്റെ ആള് ഞാനാണ്. എന്താ സംഭവം? ഞാൻ 6 ഇഞ്ചക്ഷൻ മേടിക്കാൻ പറഞ്ഞത് മേടിച്ചോ? 6 ഇഞ്ചക്ഷൻ പറഞ്ഞെടുത്ത് ഞാൻ 10 എണ്ണം വാങ്ങിച്ചു കൊടുത്തല്ലോ. ട്രിപ്പ് മേടിക്കാൻ പറഞ്ഞതോ? ട്രിപ്പ് 3 എണ്ണം പറഞ്ഞു. ഞാൻ 14 എണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വേദനയുടെ ഗുളികയോ? വേദനയുടെ ഗുളിക 5 എണ്ണേ പറഞ്ഞോളൂ. 25 എണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കണ്ട, ഒരനക്കവും ഇല്ല. ഈ നേഴ്സ് ഉറങ്ങിക്കിടന്നാണ് ഇപ്പൊ എണീറ്റ് വന്നെന്നാണ് തോന്നുന്നത്. ഇവര് തന്നെ ഇതേ മരുന്ന് 14 പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ രോഗിക്ക് കൊടുക്കോ അതോ സൈഡ് വഴി വിൽക്കുന്നോ? ഇതൊക്കെ ആർക്കറിയാൻ പറ്റുന്നു? അല്ലെ അകത്ത് എന്താണ്? അകത്ത് രാവിലെ 2 ചെറുതടിച്ച അതൊക്കെ പോയി സംഭവം. തന്റെ വയറ്റിനകത്തല്ല, ഈ ഐസിയുന്റെ ഉള്ളിൽ ആരാണെന്ന് ചോദിച്ചത്. അല്ല അത് അറിയാൻ പാടില്ലേ? എനിക്കെങ്ങനെ അറിയാനാണ്? എന്നിട്ടാണ് ഇത്രയും മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഒരു സംഭവം, ഞാനൊരു ചെറിയ പരോപകാരിയാണ്. ഞാനിങ്ങനെ ബൈക്കിൽ പോയപ്പോ ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു. ഞാൻ അതിൽ കയറ്റിക്കൊണ്ട് പിന്നീട് അറിഞ്ഞ പുള്ളി 2 എണ്ണം അടിച്ചിട്ടുണ്ടെന്ന്. ഈ പുള്ളി ബാക്കിയിരുന്ന് കോമഡി പറച്ചില്, കോമഡി 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 കോമഡി. നീ എന്താ ചിരിക്കാത്തെന്നും പറഞ്ഞോണ്ട് ബാക്കിയിരുന്ന് എന്നെ ഒരു ബൈക്ക് 4 വാക്ക് തെറ്റി വാരി ഒരൊറ്റ അടി. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. 2 കാലും ഒടിഞ്ഞ് 2 കൈയും ഒടിഞ്ഞ് ഇതിനകത്ത് കിടപ്പുണ്ട് ഈ പുള്ളി. അതെ, ഞാൻ ഇപ്പൊ തന്നെ 17,000 രൂപയും മുടക്കി ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഇത്രയും പൈസ ചെലവാക്കി മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ തനിക്ക് പോയിക്കൂടെ? അവിടെയല്ലേ ഡിസ്റ്റ് പോകാൻ പറ്റത്തില്ല. ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ വഴിക്ക് ഈ പുള്ളിക്ക് ജന്നി വന്നു. പെട്ടെന്ന് ഞാൻ വണ്ടിയിലെ ചാവി എടുത്ത് കൈ കൊടുത്തു. മുറുക്കി ഒരു ഒറ്റ പിടി. ഇപ്പൊ അതുമായിട്ട് അകത്ത് പോയി. അത് കിട്ടാതെ ഞാൻ എങ്ങനെ പോവാനാണ്? അയ്യോ എന്തൊരു പറ. അങ്ങനെ ഞാൻ പെട്ട് കിടക്കുവാ, അവിടെ പെട്ട് കിടക്കുവാ. അവിടെ പോയിട്ട് വലത് സൈഡിലാണ് ഡോക്ടർ, കണ്ണിന്റെ ഡോക്ടർ. പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സംഭവം മറ്റേ അകത്ത് കിടക്കുന്ന ആളിന്റെ ആളാണ് ഈ ആള്. മനസ്സിലായി? അതായത് എന്റെ ചേട്ടനെ വണ്ടി ഇടിച്ചാണെങ്കിലും അവനെ വെട്ടി തുണ്ടാക്കുന്നു കേട്ടോ. ആര്? ചേട്ടന്റെ കൂട്ടുകാരി. ഗുണ്ടകൾ ഒരു 10-14 പേരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെയൊക്കെ ചെയ്യോന്നാ. അവര് മാറിയിരുന്ന് വെള്ളം അടിക്കുന്ന സമയത്ത് ടച്ചിങ്ങില് കൈവച്ചെന്ന് ഒരുത്തന്റെ കൈ തന്നെ വെട്ടിക്കളഞ്ഞവര്. അയ്യോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ട പെണ്ണുങ്ങളെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇതൊക്കെ സംഭവം ചിലപ്പോഴേ ഒരാള് വണ്ടി ഓടിച്ചു പോയപ്പോ നിങ്ങളെ ഭർത്താവ് ചിലപ്പോ അതിനകത്ത് കൈ കാണിച്ച് കേറി കോമഡി എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചില്ല എന്ന് പറഞ്ഞ് നീക്കളിയിട്ട് താഴെ വിടുന്ന് സംഭവിക്കാം. സംഭവിക്കാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാള് പറഞ്ഞ കഥയാണല്ല, എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇത് ICU ആണ്. അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്റെ ചേട്ടൻ ഈ ഒരു അവസ്ഥയിലാക്കിയാണ് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി. എന്താ സംഭവിച്ചത്? നേരത്തെ തീറ്റി പിടിച്ചിട്ട് രാത്രി കിടക്കാൻ സ്ഥലം കിട്ടൂല. എന്റെ പൊന്നപ്പോ ഇതൊക്കെ എവിടുന്ന് കെട്ടിയെടുത്തോണ്ട് വന്ന പട്ടിക്കാട്. എന്നാലും ഭഗവാനെ എന്റെ ചേട്ടനെ വെച്ച് ഇതൊക്കെ ഞാൻ നശിപ്പിക്കും. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ പുള്ളിക്ക് സർജറി ഉണ്ട്, അറിയാവോ? എന്തുമാത്രം സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ തിന്നാൻ മേടിച്ചു കൊടുത്തത് അറിയാമോ? ഇപ്പൊ ഈ മോതിരം നടക്കുമ്പോൾ സർജറി എന്തിനാ തിന്നണത്? സർജറി എവിടെ കിട്ടും? പൊന്നാവരം കോട്ടയിൽ നിന്ന് ഇവിടെ റിലീസ് പോലും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാട്ടിനകത്ത് നിന്ന് വന്നിട്ട് എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയിട്ട് പറയാനാണ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പെണ്ണുമ്പിള്ളെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല, അറിയാവോ? അതല്ല, ഈ സർജറി എന്ന് വെച്ചാൽ എന്താ? സർജറി അവിടെ നിൽക്കട്ടെ. എന്നെ മനസ്സിലായോ? ഇല്ല. കണ്ട ആരെന്നോ എന്തെന്നോ അറിയാതെ അങ്ങ് തള്ളി ഇവിടെയാണ്. ഞാന് പ്രസവിക്കാൻ വന്നതാ. എന്തൊക്കെ പറയണ? ഞാൻ പ്രസവിക്കാൻ വന്നല്ല പറഞ്ഞത്. എന്റെ ഭാര്യ ഈ ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അങ്ങനെയല്ലേ ഈ സംഭവം ഞാൻ അറിഞ്ഞത്. ആദ്യത്തെ കൊച്ചാണ്. ആദ്യത്തെ കൊച്ചാ. അതെ. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. താമസിച്ചത്? എന്റെ ഭാര്യ ഒരു വില്ലേജ് ഓഫീസറാണ്. ഞാൻ ഇവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇവളെ ഓഫീസിൽ ആൾക്കാർ വരുമ്പോ അവരുടെ അടുത്ത് പറയും പോലെ പോയിട്ട് പിന്നെ വാ, 2 ദിവസം കഴിഞ്ഞു വാ, ഇങ്ങനെ പറയും. ഞാൻ വിവരാവകാശ സർട്ടിഫിക്കറ്റും ഭർത്താവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് പാസ്സാക്കി എടുത്തു. ചെലവൊക്കെ ഉണ്ട്. അതെ, ഈ ബ്രെഡും പാലും ഇവിടെ കിട്ടും. നമ്മൾ ഇവിടെ ഇരുന്നാ മതി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കണോ? ബ്രെഡും പാലും തിന്നാൻ വേണ്ടി വന്നതാണ്. ആശുപത്രി കിടക്കുമ്പോ കിട്ടുമല്ല. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇതെന്താ സംഭവം? ഇത്
അച്ചപ്പം ഉണ്ണിയപ്പം കുഴലപ്പം നുറുക്ക് എല്ലാം ഉണ്ട്. ഈ ഐശ്വര്യ കിടക്കണ ആളിനെ തിന്നാൻ കൊണ്ടുവന്നാണോ ഇതൊക്കെ? അയ്യോ രമേശ് ചേട്ടനല്ല. പിന്നെ രമേശ് ചേട്ടൻ ഇതൊന്നും തിന്നൂടാ. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ലേ വന്നേ. എനിക്ക് ഇവിടുത്തെ സ്ഥലവും കടയും സാധനങ്ങളും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് തിന്നണ്ടേ? എനിക്ക് വെച്ചക്കൂലേ? കൊള്ളാം, നന്നായിരിക്കണ്. സ്വന്തം ഭർത്താവ് ഐസിയുവിൽ കയ്യും കാലും ഒടിഞ്ഞു കിടക്കുമ്പോ ഉത്സവപ്പറമ്പിൽ പലാരവും കൊണ്ട് തിന്നാൻ വന്നിരിക്കുക പെണ്ണമ്പിള്ള. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടേ? ഇതെന്തോ ഇത്? എന്താ സംഭവം? എന്താ നേഴ്സേ? രമേശിന്റെ ആളുണ്ടോ? മിണ്ടേ. അതെ, രമേശിന്റെ ആളുണ്ടോന്ന് വിളിക്കണം. നിങ്ങളെ വിളിക്കണം, കേട്ടില്ലേ? മിണ്ടാതിരിക്കാൻ. ഇതിന്റെ അകത്ത് കിടക്കണ ഈ രമേശ് എന്ന് പറഞ്ഞ എന്റെ കെട്ടിയോനെ അത്ര ശരിയൊന്നും അല്ല. ഈ രമേശിന്റെ ആളെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഏതെങ്കിലും ഓളുമാര് ഇവിടെ കയറി വന്നാ ഇവിടെ ഇട്ട് ഞാൻ പിടിക്കും. അതെ, രമേശന്റെ ആളുണ്ട്. എന്താ സംഭവം? ഞാൻ പേപ്പറിൽ എഴുതി തന്ന സാധനങ്ങളൊക്കെ മേടിച്ചോ? അത് ഞാൻ 4 പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു. ഒന്നുകൂടെ വാങ്ങിക്കാം. എന്താ എന്താ? ഒന്നുമില്ല, ഇപ്പൊ തന്നെ ഞാനൊരു 7000 രൂപ ഇതിന് വേണ്ടിയിട്ട് മുടക്കിയായിരുന്നു. കാരണം ഇവിടെ ഇരുന്നവനാണ് കൊണ്ടുവന്നത്. ഞാൻ ഒരു പരസഹായം, ഒരു ചികിത്സ നടക്കണ്ടേ, അതുകൊണ്ട് ഞാനൊരു 7000 രൂപ മരുന്ന് ഞാൻ പുള്ളിക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എന്നാലും ചേട്ടാ, എന്റെ ആരും അല്ലാഞ്ഞിട്ട് എന്റെ രമേശിന് വേണ്ടി ഇത്രയും കാശൊക്കെ അടച്ച ചേട്ടൻ പുണ്യം ചെയ്ത ചേട്ടൻ. ഭഗവാനെ, ഈ ചേട്ടന് ആയുസ് ആരോഗ്യം കൊടുക്കണേ. പക്ഷെ എന്റെ രമേശ് ചേട്ടനെ വണ്ടി ഇട്ടാറി പറയല്ലേ, നിങ്ങളെ ഭർത്താവ് ഇതിനകത്ത് സുഖമില്ല, അപകടം പറ്റി കിടക്കുകയാണ്. ഇതിനെ കുറിച്ച് വല്ല ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്തിന്? ഇതില് എത്ര വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അങ്ങ് ഒരു പുല്ല് പോലെ രക്ഷപ്പെട്ടു പോന്നേക്കണം. ഇതൊക്കെ ചെറുത്. അതേ ഉള്ളൂ. ഇവരെ കെട്ടിയില്ലേ അങ്ങേര്, അതിനേക്കാലം വലിയ അപകടം ഇനി വരാനുണ്ട്. ഞാൻ പോയി ആ മരുന്ന് മരുന്നൊന്ന് വാങ്ങിട്ട് ഗുളിക മേടിച്ചു. ആ ഗുളിക വാങ്ങിട്ട് വരാം. ചഞ്ചങ് 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 ചഞ്ചങ്. എന്താ ഈ പരിപാടി? ചഞ്ചൻ പരിപാടി? ഞാൻ ആദ്യം എനിക്കൊരു എൻട്രി മ്യൂസിക് കൊടുത്തായിരുന്നു. അതിവിടെ റൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് സ്വന്തമായിട്ട് ചഞ്ചൻ ചഞ്ചങ് കയറിയ എങ്ങനെയുണ്ട്? ചഞ്ചങ് 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 ചഞ്ചങ്. ഹായ്, കൂടാരും ഇല്ലേ? കൂടാരൊന്നുമില്ല, വീട്ടിന്റെ അടുക്കളപ്പുറത്തൊരു ഷെഡ് ഉണ്ട്. അടുക്കളപ്പുറത്ത് അതല്ലെന്ന്, ആൾക്കാരും ഇല്ലേന്ന്. ഇതിനു വേണ്ട ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് നിനക്ക് കാണാൻ പറ്റണില്ലേ? ഇവിടെ നിന്നാ ശരിയാവൂല, അകത്തോട്ട് തന്നെ പോവാ. ചഞ്ചങ്. അതെ 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 അതെ. എന്താ കാലക്കെട്ടിച്ചാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഇടത് കാലിനെ കളഞ്ഞിട്ട് ഈ വലത് കാലം ഇറങ്ങി ഓടിക്കളയും, അതുകൊണ്ടാണ് കെട്ടിവെച്ചേക്കുന്നത്. എന്താ ഇങ്ങനെയൊക്കെ പറയണ? ആദ്യം ഒരു കൂടാരം ഇങ്ങോട്ട് ഇട്ടില്ലേ, അതുകൊണ്ടാണ് ഒരു കാലക്കെട്ട് അങ്ങോട്ടൊക്കെ ഇട്ടത്. സെയിം ആയല്ല. ഞാൻ ചോദിച്ച അതല്ല, ചുമ്മാ വന്ന് ആശുപത്രി കിടക്കും. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നേന്ന്? എന്റെ കെട്ടിയോ രമേശ് ചേട്ടനെ വണ്ടി ഇടിച്ച് കിടത്തിയേക്കണേ. വണ്ടി ഇടിച്ച് ഇതിന്റെ അകത്തോട്ട് കയറ്റിയോ? അല്ലല്ല, വണ്ടി ഇടിച്ചിട്ട് അപകടം പറ്റി ഇതിന്റെ അകത്ത് കയറ്റി കിടത്തിയേക്കണേ അവര്. അയ്യോ, ഇത് ഈ ആശുപത്രിയിലെയോ ഭയങ്കര പൈസ മേടിക്കുമെന്ന്. ഈ അകത്ത് കിടക്കുന്ന ആൾക്ക് വല്ലതും ഉണ്ടാ? ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചാ ടിപ്പർ അപ്പൊ തന്നെ തെറിച്ചങ്ങടോ. അത്രയും വലിയ കൊടവയറുണ്ട്. കൊടവയറുണ്ടാ? എന്റെ മാമനും ഉണ്ട് ഇതുപോലൊരു കൊടവയറുണ്ട്. മാമൻ അതിനും വേണ്ട ആഹാരം കഴിക്കോ? ആഹാരം കഴിക്കുമെന്ന് ഒരു പ്ലേറ്റ് ചോറിനിട്ട് അങ്ങനെ പീഡിപ്പിക്കുവാണ് ചെയ്യുന്നത്. അതുപോലുള്ള തീറ്റയല്ലേ ആൾക്കാരൊക്കെ ആനയൂട്ടെന്ന് പറയുമെന്ന്. ഇത് കഴിഞ്ഞിട്ട് വന്നൊരു കിടത്തയുണ്ട്. എന്നിട്ട് ഈ ശ്വാസം പിടിപ്പിക്കുന്ന സമയത്ത് ഈ വയറ് പോയി മേളി ഫാനി തട്ടും. അല്ല, കുറെ നേരമായി ഇതെന്താണെന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ പറയാറുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചാൽ കാലിൽ എന്താ കെട്ടി വെച്ചേക്കണെന്ന്. എന്താ എങ്ങനെ പൊട്ടിയത്? ഇതെന്ന് പറഞ്ഞാൽ പട്ടി അടിച്ച. ഞങ്ങളുടെ വീടിന്റെ അവിടത്താണെങ്കിൽ ഒരു പട്ടി പ്രസവിച്ചു. ആ പട്ടിയെയും 8 കുട്ടികളെയും കൂടി ഞാൻ എന്റെ കൂട്ടുകാരന് കൊടുത്തു. അത് കണ്ടോണ്ട് എന്റെ വീട്ടിലെ പട്ടി എന്നെ കടിച്ചു. നിങ്ങളുടെ വീട്ടിലെ പട്ടി അങ്ങനെ കടിക്കണത്? പിന്നെ അവന്റെ പെണ്ണുമ്പിള്ളയും പിള്ളേരെയും എല്ലാവർക്കും കൊടുത്ത് ഞാൻ കടിക്കില്ല. അങ്ങനെ കടിച്ചതാണ്. എന്താ പിന്നെ അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല? തിരിച്ചു കൊണ്ടുവന്നപ്പോ എന്റെ വീട്ടിലെ പട്ടിക്ക് വേണ്ട. അതെന്താ? വല്ലവന്റെ കൂടെ പോയ പെണ്ണിന് എനിക്ക് എന്തിനാണോ ആ പട്ടി ഇങ്ങോട്ട് വരട്ടെ. അവന്റെ വായിൽ ഞാൻ ടാർ ഒഴിക്കുന്നുണ്ട്. അതെ, ആരെ കൊണ്ട് മരുന്ന് നോക്കും. പിന്നില്ലേ, എനിക്ക് ഇച്ചിരി കട്ടൻ ചായ മേടിക്കണേ. ഇവിടെ ചായക്കടകള്? ചായക്കട ആണെങ്കിൽ ദൂരം അവിടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി കുടിച്ചോളൂ. അയ്യോ, അളിയായി എന്റെ പൊന്നേ. കാലം പോയി. അളിയപ്പൊന്ന് അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ലേ? ചോദിച്ചില്ല, ആ ഗ്യാപ്പിൽ ഞാനങ്ങ് ചോദിച്ചു. അളി എന്താ ഇവിടെ? അതല്ലേ ഞാനും ചോദിച്ചു, അളിയ എന്താ ഇവിടെ? അളി എന്താ ഇവിടെ?
അയ്യോ ഒരു തലവേദന. അതിങ്ങനെ കിടന്ന് ചിരിച്ചോണ്ടാണ് തലവേദന. അതല്ല ഞാൻ പോയ വഴിക്ക് ഒരു തലവേദന. അങ്ങനൊന്നും പറയണ്ട. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നായിരുന്നല്ലോ, അപ്പൊ പെങ്ങള് പറഞ്ഞു ഇന്നലെ എങ്ങാണ്ട് വാളയാറ് പോയെന്ന് അളിയൻ. ഓ പിന്നെ ഈ ആശുപത്രിയിൽ എന്തിനു വന്നെന്ന്? ഒരു കാരണമില്ലാതെ ആരെങ്കിലും ആശുപത്രി വരുവോടാ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര തലവേദന. ഈ തലവേദന കാരണം ഞാൻ ഈ ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ വയറ് കാണിച്ചപ്പോൾ പുള്ളി ബാക്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. വയറ് കാണിച്ചപ്പോ ബാക്കിൽ ഇഞ്ചക്ഷനോ? എന്തോ ഉടായിപ്പുണ്ടല്ലോ. പെങ്ങളെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ വാളയാറ് പോയ അളിയൻ എങ്ങനെ ഈ ആശുപത്രി വന്നു? എന്റെ പൊന്നളിയാ, ഇത് ഒരു വലിയ സംഭവമാണെന്ന്. എന്തോ സംഭവം പറ. ഞാൻ പറഞ്ഞറിഞ്ഞു വന്നേ. എന്റെ ബൈക്കിന്റെ ബാക്കിൽ ഒരുത്തൻ ലിഫ്റ്റ് കയറി. അവൻ ബൈക്കിൽ നിന്ന് വീണ് ഇതിനകത്ത് കിടക്കുക. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പെട്ട് നിൽക്കും. എനിക്ക് പോവാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന്. അളിയൻ ഭയങ്കര ഉടായിപ്പ. ഇതൊന്നും എനിക്ക് എന്തോ കള്ളത്തരം ഉണ്ട് ഇതിന്റെ അകത്ത്. ഇല്ലാന്ന് സത്യമായിട്ടും ഇല്ല. ഇല്ലല്ലേ? ഇല്ല. ഞാൻ പെങ്ങളെ വിളിച്ച് പറയണോ? ഈ പെങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഉമ്മയാ തെറിക്കാം മൂക്കാണെങ്കിൽ പോട്ടെ. അങ്ങനെ ഒരു കള്ളത്തരം ഇല്ലെന്ന് നീ എന്നെ വിശ്വസിക്കുന്നു. എനിക്ക് ചെറിയ വിശ്വാസക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ പെങ്ങളെ. പെങ്ങളെ വിളിക്കല്ലേ, പെങ്ങളെ വിളിക്കല്ലേ അളിയാ, പെങ്ങളെ വിളിക്കല്ലേ അളിയാ. കാലിന് വല്ല കുരുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ എന്നെ അനുകരിക്കുന്നത്? വിളിക്കല്ലേ അളിയാ, പെങ്ങളെ വിളിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ എവള് സ്വിച്ച് ഓഫ് ആണല്ലേ എല്ലാ സമയത്തും. ചേട്ടാ എന്താ എന്താ എന്താ? ചേട്ടനില്ല, ഈ ചേട്ടനാ. ചേട്ടാ ഈ ചേട്ടനെയോ? ചായയൊക്കെ കിട്ടിയായിരുന്നു. ഹലോ, ചായ വിൽക്കാനാണല്ലോ വെച്ചേക്കുന്നത്. അറിയോ? പിന്നെ അറിയും. എങ്ങനെ അറിയാ? ചേട്ടന്റെ ഭാര്യയുടെ പെറ്റി കിടക്കണേ. ചേട്ടന്റെ ഭാര്യ പെറ്റി കിടക്കണമെന്നാ? പെങ്ങള് രാവിലെ കൊരങ്ങനെ കണക്ക് ഓടി കിടക്കണം കണ്ട് അവൾ അത്ര പെട്ടെന്ന് പ്രസവിക്കാൻ വന്നോ? അളിയെങ്കിൽ വന്നേ സംഭവം എന്തോ അളിയാ? ഏത് പെണ്ണളിയാ പ്രസവിക്കാൻ കിടക്കുന്നത്? നിങ്ങളല്ലേടാ പ്രസവിക്കുള്ളൂ. പിന്നെ ആണുങ്ങൾ പ്രസവിക്കുവോ? എടാ ഇതിപ്പോ കുരു ആയില്ല. അങ്ങനെ അല്ലളിയാ, ഇത് നീ പറയുന്നത് പോലെ അല്ല. പിന്നെന്താ? വേറെ സംഭവം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് മറ്റേ പെണ്ണുമ്പിള്ള. ഏത് പെണ്ണുമ്പിള്ള? പ്രസവിച്ച് കിടക്കണല്ല, മറ്റേ ആശുപത്രി കേസ് ഞാൻ പറഞ്ഞില്ലേ. എന്താ ഉറക്കപ്പറ? ഉറക്കെ പറയാൻ പറ്റത്തില്ല, പറഞ്ഞ പ്രശ്നമാണെന്ന്. ഇതിലെന്തോ ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവ എന്തോ പറഞ്ഞത് ഇവിടെ വന്നപ്പോ അളിയെ. ഇവിടെ വന്നപ്പോ ചേട്ടന്റെ ഭാര്യയുടെ പെറ്റി കിടക്കണ. അല്ല, നിങ്ങൾ തമ്മിൽ അറിയോ? അറിയുവോന്നോ? എന്നെ പെങ്ങളെ കെട്ടിയ ആളാണ്. മാമനായിട്ട് ചെലവ് ചെയ്തില്ലല്ലോ. മാമനല്ല, കൂമൻ. എനിക്ക് അറിഞ്ഞൂടാ എന്റെ പെങ്ങൾ വീട്ടിൽ നിൽക്കണം. ഇതിന്റെ അകത്ത് വേറെ ആരെ കൊണ്ട് കിടത്തിയേക്കുന്നേ ഭയ. ഇങ്ങോട്ട് വന്നേ. എന്തുവാ ആ സംഭവം ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഞാനാണ് ഇവിടെ ഇതിന് കാരണക്കാരൻ. ഇവരെ ഗുണ്ടകൾ വന്ന് 14 പേര് എന്നെ കൊല്ലോ. എങ്കിൽ ഞാൻ ഇവിടുത്തെ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് മാറും, ഞാൻ സംസാരിക്കാം. ഇങ്ങോട്ടൊന്ന് തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇതിന് മാത്രം വന്നതാണോ? പിന്നെ എന്റെ അളിയനും കാര്യങ്ങളൊക്കെ ശരി തന്നെ. അവനെ വിശ്വസിക്കരുത്. അതെന്താ? എനിക്കും നിങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് നാളെ വേണമെങ്കിൽ ഇവൻ പറഞ്ഞോണ്ട് നടക്കും. അത് മാത്രമല്ല വേറൊരു സംഭവം ഉണ്ട്. സൈക്കോയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവ സൈക്കോ. ഞാൻ പറഞ്ഞുതരാം. ഈ വീട്ടിന്റെ അവിടെ കുറച്ച് കൂട്ടുകാരെ കൂട്ടിയിരുത്തി കോമഡി പറഞ്ഞു. ഈ കോമഡി കേട്ട് അവരാരും ചിരിച്ചില്ല. ഈ സമയത്ത് അവിടെ കൂടെ നമ്മളെ വീട്ടിന്റെ അടുത്തോട്ട് ട്രെയിൻ ഇങ്ങനെ പോകുമായിരുന്നു. ട്രെയിനിന്റെ ഹോൺ അങ്ങനെ തന്നല്ല. ഇവന്റെ കോമഡിക്ക് ആ ട്രെയിൻ കൂവിയെന്നും പറഞ്ഞുകൊണ്ട് വെളുപ്പിലെ 3:30 മണിക്ക് അലാറം വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആ ട്രെയിൻ പോകുമ്പോൾ ഡെയിലി കൂവ്. അപ്പൊ ഇവ സൈക്കോ അല്ലേ? നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നീ സൈക്കോടാ. നീ ഇങ്ങോട്ട് മാറും. ഒന്നാമതെ പട്ടി അടിച്ച് നിൽക്കണം. ഞാൻ എന്റെ സ്വഭാവം മാറ്റരുത് ഞാൻ പറഞ്ഞു. കൂടാതെ പട്ടി അടിച്ചിട്ടുണ്ട്. നോക്കി നിന്നോ, ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കും. ഇവൻ പറയണ എല്ലാം വിശ്വസിച്ചോണ്ടിരിക്കുവാണോ? ഇങ്ങോട്ട് വന്നേ. അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കെട്ടിയവനെ ഇല്ലേ ഇവിടെ ഇങ്ങനെ കൊണ്ടാക്കിയത് കണ്ട് എവനാണ്? ദുഷ്ടാ, എന്റെ രമേശ് ചേട്ടനെ വണ്ടി ഇടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് എന്താ അറിയാത്ത പോലെ നിക്കണേ. പണ്ടാരം ഞാൻ പറഞ്ഞു അവൻ സൈക്കോ ആണ്. ഇത് ഇതിന്റെ അപ്പുറം പറയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പിന്നല്ല അവിടെ ചെന്നില്ല. ചെല്ല്. ഇനി ഒരു കാര്യമില്ല. പെങ്ങള് ഇവിടെ പാടാൻ ഇതൊക്കെന്താ? ഞാൻ പെങ്ങളെ വിളിക്കട്ടെന്ന്. അങ്ങോട്ടോക്ക്. ഇവിടെ ഒരു കുടുംബം കിടന്ന് അടിയിലൂടെ ചാവണ്. തീറ്റി കണ്ടാ? ഇത് വല്ലോ അറിയുന്നുണ്ടോ? ഹലോ, അരിയുണ്ട 2-3 വേണം. എനിക്ക് കുറെ ഇഷ്ടം. അരിയുണ്ടയാ? മാഞ്ചി തരാം. അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അരിയുണ്ടേ. പേപ്പർ കൊണ്ടുപോവാ. ബിരിയാണി നമുക്ക് വേണ്ട. ഇവനെ നമുക്ക് വേണ്ട. ഇവ ഉടായിപ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ വേണ്ട. അതെ, എന്തിനാ ഈ ചേട്ടനാ പിരിയാന്ന കാറ്റി അച്ഛനെ വിളിച്ചു പറയണ? എന്തോ ഒരു പാവം ചേട്ടനാന്ന് അറിയാമോ? എന്റെ കെട്ടിയോന് ഇതിന്റെ അകത്ത് കിടന്നപ്പോ 7000 രൂപ ബില്ലടച്ചത് ഈ ചേട്ടനാ. അപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. വേറെ പെണ്ണുമല്ല, ആക്സിഡന്റും അല്ല, ഇവളുമായിട്ടാണ് നീ ബന്ധം. ഈയിടെ കാല് കെട്ടാ ഒരു 500 രൂപ ചോദിച്ചപ്പോ 0 ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത 7000 രൂപ കൊടുക്കൂലല്ലേ? പെട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നീ അവസരത്തിനൊത്ത് പെരുമാറരുതേ. ഇനി ഒരു 5000 കൂടെ അടച്ചാൽ മതി. 5000 ഒന്നുമില്ല. നാളെ ഡിവോഴ്സിന്റെ പേപ്പറുമായിട്ട് വീട്ടിലോട്ട് വാ. നിങ്ങളെ രണ്ട് വഴിക്ക് ഞാൻ ആക്കും.
ഒന്നും മിണ്ടായില്ലേ? ഇല്ല. എന്താ മിണ്ടായില്ലാത്ത? നീ ആ പടം ഒരേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. എന്താ? അറിഞ്ഞോ അറിയാതെയോ പൈസ ആയിട്ടോ ആളായിട്ടോ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഞാൻ ഇനി സഹായിക്കൂല. എന്താ? പണി കിട്ടുമെന്ന് 8ന്റെ പണി പാലും വെള്ളത്തിൽ കിട്ടും. പാലും വെള്ളം കിട്ടും ദൈവമേ, ഇത് ഇങ്ങനെ ഒരു മാരണം. ഞാനും വരാം. ഇത് അങ്ങനെ ഒരു മാരണം.